എന്തുകൊണ്ടാണ് ഈ ചെങ്കോട്ട സന്ദീപ് വാര്യരെ പോലെ ഒരു സ്ഥാനാർത്ഥി തകർക്കുമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. 2019 ലോക്സഭാ ഇലക്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന UDF സ്ഥാനാർത്ഥി വലിയ വിജയം കാസർഗോഡ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഉടനീളം നേടിയെങ്കിലും ആ സമയത്ത് പോലും രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടത്ര ഒരു ഗ്രിപ്പ് കിട്ടാത്ത ഒരു മണ്ഡലം കൂടിയാണ് തൃക്കരിപ്പൂർ. മാത്രമല്ല, അന്നത്തെ കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ 2019 മത്സരിച്ച അന്നത്തെ കാലത്ത് എല്ലാ മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥി പിന്നിൽ പോയപ്പോഴും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി മുന്നിലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതിനുശേഷം 2020 വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഇടത് തരംഗം തന്നെ ഉണ്ടായിരുന്നു. ഇത് മണ്ഡലത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചില മാറ്റത്തിന്റെ സൂചനകൾ നമുക്ക് തന്നിടുന്നുണ്ട്. കേരള കോൺഗ്രസ് നേതാവ് MP ജോസഫ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ സംസ്ഥാനമൊട്ടാകെ ശക്തമായ LDF തരംഗം നിലനിന്നിട്ടും 2016 നേടിയിരുന്ന UDF തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നേടിയിരുന്ന 60,000-ഓളം വോട്ടുകൾ 2021 നിലനിർത്താൻ MP ജോസഫിന് സാധിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ്. അതായത് UDFന്റെ വോട്ട് കോട്ടകളിൽ കാര്യമായിട്ട് ചലനമുണ്ടാക്കാൻ വലിയ തരംഗത്തിനിടയിലും തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. അങ്ങനെ 2024 വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ കാസർഗോഡ് നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ റിസൾട്ട് എണ്ണുന്ന സമയത്താണ് അത്ഭുതകരമായ ഒരു വ്യത്യാസം രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കുന്നത്. ഏകദേശം വോട്ട് എണ്ണി തീർന്നപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന് തൃക്കരിപ്പൂർകാർ നൽകിയത് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഓർക്കുക, CPMന്റെ ചെങ്കോട്ടയാണ് തൃക്കരിപ്പൂർ. അവിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയത്. 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അതും എവിടെ? ചെങ്കോട്ടയായ തൃക്കരിപ്പൂരിൽ. കഴിഞ്ഞ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസ് പിടിച്ചെടുത്ത ആ ലീഡ് അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തൃക്കരിപ്പൂരിൽ തിരികെ വന്നത് CPMന് അനുകൂലമായിട്ട് വന്നത് കേവലം 8,000 വോട്ടുകൾ മാത്രമാണ്. 2021 ഏകദേശം 26,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷം നേടി CPM വിജയിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അവിടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേവലം ആ ഭൂരിപക്ഷം 8,000 കുറഞ്ഞത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇടതുപക്ഷത്തിന് തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത മുന്നറിയിപ്പായി മാറി. മാത്രമല്ല, ഇപ്പോഴുള്ള നിലവിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി കൂടി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ UDFന് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാറി മറയുന്നു എന്നാണ് തൃക്കരിപ്പൂരിൽ നിന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഏതാണ്ട് 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ള നമ്മുടെ വിലയിരുത്തൽ പ്രസക്തമാകുന്നത്.